Hello dear friends, this is Gino Matthew, UK, London. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ടീമുകൾ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ടീമിനെയാണോ ഗ്രൂപ്പിനെയാണോ എന്നുള്ളത്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ഒരു ടീമായിട്ടാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടാണോ വർക്ക് ചെയ്യുന്നത്? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ആൻഡ് ടീം? നമ്മളതൊന്ന് റിയലൈസ് ചെയ്യണം. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഗ്രൂപ്പും ടീമും എല്ലാം. അപ്പോൾ അത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാം, ഇപ്പോൾ ചില സമയങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിൽ സ്ട്രൈക്കെല്ലാം വരാറുണ്ട്, സമരക്കാരെല്ലാവരും വരാറുണ്ട്. ഒരു സമരം വരികയെന്ന് വിചാരിക്കുക, ഈ 100ഓളം വരുന്ന സമരക്കാർ, അതായത് 100ഓളം ആൾക്കാരായിട്ട് ഒരു സമര ജാഥ നയിച്ച് വരികയെന്ന് വിചാരിക്കുക. ഇതിനെ തടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി പോലീസ് മതി. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇതിലാണ് നമ്മൾ ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം. ഈ ജാഥ നയിച്ചു വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ്. അവർ ജാഥ ഒരാൾ ജയ് വിളിക്കുന്നു, മറ്റുള്ളവർ അതിൻ്റെ പുറകെ വിളിക്കുന്നു, അങ്ങനെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പോലീസ് എന്ന് പറയുന്നത് വ്യക്തമായൊരു ടീമാണ്. അവർക്ക് വ്യക്തമായ പദ്ധതിയുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ ജാഥക്കാർ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായൊരു പദ്ധതി ഇവർക്കുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഒരു 100 പേരെ വളരെ അക്രമാസക്തമായിട്ട് വരുന്ന ഒരു 100 പേരോളം വരുന്ന ഒരു ജാഥ ഈസി ആയിട്ട് ഒരു വണ്ടി പോലീസ് മാനേജ് ചെയ്യും. അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, വെറുതെ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ് അവർ നടത്തുന്നത് വെച്ചാൽ ആ ജാഥയിൽ വരുന്ന 2 പേരെ ഇങ്ങോട്ട് എടുക്കും. 2 പെട കൊടുക്കുമ്പോൾ തന്നെ ബ്ലഡിങ്ങൾ വരുമ്പോൾ തന്നെ ബാക്കിയൊക്കെ ഓടിക്കളയും. ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് വെറുതെ ലക്ഷ്യമൊന്നുമില്ല. വെറുതെ ഒരു സമരം വന്നു, തല്ലിക്കൂട്ടി ആൾക്കാരെ വിളിച്ചു കൂട്ടി, അന്നേരമാണ് വിളിച്ചു കൂട്ടുന്നത്. വ്യക്തമായി എന്തിനു വേണ്ടിയിട്ടാണ് ആ സമരമെന്നോ ഒന്നും അറിയാൻ പാടാത്ത ഒരു കൂട്ടം ആൾക്കാർ, അതൊരു ഗ്രൂപ്പ്. അവർക്ക് വ്യക്തമായ ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യം ഇത്രേ ഉള്ളൂ, ഒരാൾ ഫ്രണ്ടിൽ നിന്ന് വിളിക്കും, പുറയിൽ നിന്ന് ഇൻക്ലോ വിളിക്കുക, സിന്ദാബാദ് വിളിക്കുക, വേറെ ഒന്നുമില്ല. പക്ഷെ പോലീസ് എന്ന് പറഞ്ഞ ടീം, ആ ടീമിനറിയാം എങ്ങനെ ആ ജാഥനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അവർക്ക് വ്യക്തമായ പദ്ധതിയുണ്ട്. ആദ്യം കാണുന്ന 2 പേരെ എടുത്തിട്ട് അവർ 2 തലക്കെട്ട് 2 പൊട്ടിയിട്ട് പൊട്ടിച്ചാൽ ബ്ലഡ് വന്നു, ബാക്കിയൊക്കെ ചെതിർ ഓടുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന വെച്ചാൽ നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിരിക്കും. ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. ടീമിന് വ്യക്തമായൊരു പദ്ധതി ഉണ്ടാകാൻ പറ്റണം. അല്ലാതെ വെറുതെ ലീഡർ കുറച്ച് ആശയങ്ങൾ പറയുന്നു, അത് അടിച്ചേൽപ്പിക്കുകയല്ല ടീമിലോട്ട് വേണ്ടത്. നമ്മൾ ടീമായിട്ടിരുന്നുകൊണ്ട് ടീമിന് വ്യക്തമായൊരു എന്താണ് ഈ ആഴ്ചത്തെ, അല്ലെങ്കിൽ ഈ ആഴ്ച നമ്മുടെ ടീമിലെ ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകേണ്ട ഇൻകം എന്താണ്, നമ്മുടെ അച്ചീവ്മെൻറ്റ് എന്താണ്, അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം ഒരെണ്ണം വരുന്നു, ആ പ്രോഗ്രാമിൽ എത്ര പേരെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ വ്യക്തമായ ഒരു അജണ്ട ടീമിനുണ്ടാവണം. ഓരോ ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് ടീം പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രമായി പോകും നിങ്ങളുടെ ടീം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്യുക. ഒരു ടീമാണോ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇന്ന് തന്നെ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതൊരു 10 ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, 20 ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, 1000 ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോട്ടെ, അത് ടീമാണോ ഗ്രൂപ്പാണോ എന്നുള്ളത് നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക. ടീം മീൻസ് ടുഗദർ എവ്രിവൺ അച്ചീവ്സ് മോർ. ഒരു ഒത്തൊരുമ. അതായത് നമുക്കറിയാം, ഒരു ഈർക്കിലിയാണെങ്കിൽ നമുക്ക് ഒടിക്കാൻ എളുപ്പമാണ്. ആ ഈർക്കലിയെ നമ്മൾ ഒരു 10-20 ഈർക്കലിയെ ഒരുമിച്ച് ഒരു ചരലിൽ കെട്ടി അതൊരു ചൂലായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒടിക്കാൻ ശ്രമിച്ചാൽ അത് ഇത്തിരി ഡിഫിക്കൽറ്റിയാണ്. അപ്പോൾ നമ്മളൊരു ടീമായി മാറുക. ടീമായിട്ട് നിന്നാൾ ഗുണം വെച്ചാൽ അച്ചീവ്മെൻറ്റുകൾ വളരെ കൂടുതലായിരിക്കും. അല്ലാതെ ഞാനാണ് വലിയ ആൾ, എൻ്റെ കഴിവിലാണ് എൻ്റെ ടീം നിൽക്കുന്നത്, ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ടീം കേൾക്കണം, ഞാൻ പറയുന്നതൊന്നുമല്ല. എല്ലാവരും നമ്മുടെ ടീമിലെ പല വ്യക്തികൾക്കും പല പല കഴിവുകളായിരിക്കും ഉണ്ടാകുന്നത്. അവരുടെ ഓരോ കഴിവ്, ചില വ്യക്തികൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിവുണ്ടാവും, ചില വ്യക്തികൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിവുണ്ടാവും, ചില വ്യക്തികൾക്ക് ട്രെയിനിങ് എടുക്കാനുള്ള കഴിവുണ്ടാവും, ചില വ്യക്തികൾക്ക് പ്രൊഡക്റ്റുകൾ നോളജ് കൃത്യമായിട്ട് കൊടുക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾസാണ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് വരുന്നത്. അവരൊരു ടീമാക്കി നമ്മൾ മാറ്റുക. അവരുടെ ക്വാളിറ്റി, ഓരോ വ്യക്തികളുടെ ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് നമ്മൾ അവരായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴും അവരായിട്ടുള്ള കൂടുതൽ കൺവെർസേഷനിലൂടെയാണ് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ കഴിവ്. ആ ഓരോ കഴിവ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓരോ ടീമിനും ആ ഒരു ഗ്രോത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാ വ്യക്തികളുടെയും നമ്മൾ എല്ലാ ക്വാളിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു ലീഡർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം വ്യത്യസ്തമാണ്, ആൾക്കാരുടെ കഴിവുകളെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരത് ഡെവലപ്പ് ചെയ്തോളും. കാര്യം ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിൽ പറയുകയാണെങ്കിൽ വെറും അപ്രന്റീസ്ഷിപ്പ് മാത്രമാണ്. ആ സമയത്തിനുള്ളിൽ അവൻ ഇതിലൂടെ കടന്നു വന്ന് ഇതിൻ്റെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവൻ ഡെവലപ്പ് ചെയ്യും. ഓരോ മേഖലകൾ, ഈ ഞാൻ പറഞ്ഞ വ്യത്യസ്തമായ മേഖലകൾ, പ്രൊഡക്റ്റ് നോളജ്, ട്രെയിനിങ്, BOP, ഫോളോ അപ്പ്, 1-to-1, അങ്ങനെ ഓരോ മേഖലകളിലോട്ട് അവൻ കടന്ന് നല്ല ക്വാളിറ്റിയുള്ള
പെർഫെക്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലീഡറിനെ നിങ്ങൾക്ക് ഒരു വർഷം ഒരു വ്യക്തിയെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങളുടെ ടീമിൻ്റെ കൂടെ നിങ്ങളുടെ കമ്പനിയുടെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ജമ്പായിട്ടുള്ള ലീഡറിനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിമ്പിളാണ്. ഒരു പുതിയൊരു വ്യക്തിയെ എടുത്തിട്ട് ഒരു വർഷം ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ. എന്തിനും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 10 അടി നടക്കണമെങ്കിൽ അത്രയും സാവകാശം എടുക്കും. ഒരു 10 മാസം എടുക്കും, അല്ലെങ്കിൽ ഒരു 8 മാസം എടുക്കും. ആ കുട്ടി ജനിച്ച് ഒന്ന് കാലുകൾ ചൂട് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ, എൻ്റെ കുട്ടി ജനിച്ച് അന്ന് തന്നെ ഓടിത്തുടങ്ങണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ അതിനുള്ള ടൈം നമ്മൾ കൊടുക്കുക, അതിനുള്ള ക്ഷമ നമ്മളൊന്ന് കൊടുക്കുക. ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം പറ്റും ഇന്ന് തന്നെ നിങ്ങളൊരു ടീം മീറ്റിംഗ് വിളിക്കുക, ടീമായിട്ട് ഇരിക്കുക. നമുക്കിങ്ങനെ പോയാൽ പറ്റില്ല, നമ്മുടെ സെയിൽസുകളെല്ലാം കൂട്ടണം, നമ്മൾ കൂടെ വന്ന ഓരോ വ്യക്തികളുടെയും ഇൻകം നമുക്ക് ഫോക്കസ് ചെയ്യണം. ഇന്ന് തന്നെ ഒരു ടീം മീറ്റിംഗ് വിളിക്കുക, വ്യക്തമായ ഒരു അജണ്ട ഉണ്ടാക്കുക, അതിൽ വ്യക്തമായ എല്ലാവർക്കും അവസരം കൊടുക്കുക സംസാരിക്കാനായിട്ട്. അവരവരുടെ ആശയങ്ങളും അവരവരുടെ ഐഡിയാസുകളും അവർ ഡിസ്കസ് ചെയ്യട്ടെ. അതിലേറ്റവും ബെറ്റർ ആസ് എ ലീഡർ എന്നുള്ള നിലയിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒരു ടീം സ്പിരിറ്റോട് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകും. സോ ഇന്ന് തന്നെ സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു മെയിൻ ടീം മീറ്റിംഗ് ഉടനടി വിളിക്കുക, അതിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഗ്രൂപ്പായിട്ട് നിന്നാൽ പോരാ, നമ്മളൊരു ടീമായി മാറണം, നമ്മളൊരു അച്ചീവ്മെൻ്റുള്ള ടീമായിരിക്കണം. നമ്മൾ മുഖാന്തരം ഒട്ടനവധി കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ പറ്റണം. നമ്മളൊരു എന്താ പറയുക നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ നമ്മുടെ ടീം എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമായി മാറണം എന്നുള്ള വ്യക്തമായ പ്ലാനിങ് ഇന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകും. സോ ഞാൻ വലുതായിട്ടൊന്നും നീട്ടുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ അച്ചീവ്മെൻറ്റുകൾ ജഗദീശ്വരൻ നിങ്ങളുടെ എഫേർട്ടിനുള്ളത് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും നിങ്ങളുടെ അച്ചീവ്മെൻറ്റിലൂടെ ഒട്ടനവധി സന്തോഷങ്ങളെല്ലാം നിങ്ങളെ തേടി വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷനിൽ നിന്ന് വിടവാങ്ങിയാണ്. ദിസ് ഇസ് ജിനു മാത്യു, UK, ലണ്ടൻ. താങ്ക് യു സോ മച്ച്.